പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി നമ്മൾക്കറിയാം, ഖുബായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നു, അവിടെ തങ്ങുന്നു, അവിടുന്ന് മദീനയിലേക്ക് പോകുന്നു. മദീനയിലേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത് ബനൂ നജ്ജാർ ഗോത്രക്കാരാണ്. ബനൂ നജ്ജാർ എന്ന് പറഞ്ഞാൽ മദീനയിലെ വളരെ പ്രസിദ്ധരായ ഒരു ഗോത്രക്കാരാണ്. അപ്പൊ ഈ ബനൂ നജ്ജാർ ഗോത്രക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടു നടക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുക എന്ന വിഷയത്തിൽ ജനങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി അത് കാത്തിരിക്കുന്നു. ഒടുവിൽ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം വന്ന് മുട്ടുകുത്തുന്നത് നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് ഒരു മാസക്കാലം അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് താമസിക്കുന്നത്. പ്രവാചകന് വീടില്ല, പ്രവാചകന് കുടുംബമില്ല. അവരുമായുള്ള ഒരു ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ തീരുമാനിക്കുന്നത് പള്ളിയുടെ പണി പൂർത്തിയാക്കാനാണ്. മുസ്ലിം സമുദായത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിഫറൻസ് അതാണ്. നമ്മൾ ശരിക്കും ആലോചിച്ചാൽ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട, നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന, നാട്ടിലെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട ഒരു സമൂഹം മദീനയിൽ എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായി പള്ളി വരുന്നു എന്ന് പറഞ്ഞാൽ, വീടാകുന്നതിന് മുമ്പ് പള്ളി വരുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മനോഭാവം അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ട്, ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അത് കുറെ കയറ്റങ്ങളുണ്ട്, കുറെ ഇറക്കങ്ങളുണ്ട്, കുറെ കുഴികളുണ്ട്, കുറെ ചപ്പുചവറുകളുണ്ട്, അതിൽ ഖബറുകൾ പോലും ഉണ്ട്. അവിടെ ജാഹിലിയ കാലത്ത് മനുഷ്യരെ മറമാടിയിരുന്ന ഖബറുകൾ പോലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമൊന്നും തോന്നാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇത് ആരതാണ്, ഇത് നമ്മൾക്ക് പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അപ്പൊ ഈ ബനൂ നജ്ജാർ ഗോത്രക്കാരുടേത് തന്നെയാണത്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട 2 അനാഥ ബാലന്മാരുടേതായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇവരെ ചെന്ന് കാണുന്നു, ഇതിന്റെ ഉടമസ്ഥരെ ചെന്ന് കാണുന്നു, അവരോട് അതിന്റെ വില ചോദിക്കുന്നു. ആ വില ചോദിക്കുന്ന സമയത്ത് അവര് ഞങ്ങളത് വിലക്ക് കൊടുക്കില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പള്ളി നിർമ്മിക്കാൻ ആഗ്രഹിച്ച ഭൂമിയാണെങ്കിൽ അത് ഞങ്ങൾ വെറുതെ തരാം, ഞങ്ങൾക്ക് അതിന്റെ വില വേണ്ടാന്ന് പറയുന്നു. പക്ഷേ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പല റിപ്പോർട്ടുകൾ പ്രകാരം അത് യതീം മക്കളായതുകൊണ്ട് അവരോട് അത് പണം കൊടുക്കാതെ വാങ്ങാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തന്നെ പണം ചെലവാക്കി അതിന്റെ പണം അവർക്ക് കൊടുത്തിട്ട് ആ ഭൂമി വാങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം നൽകുന്നു. അതിന്റെ ഒരു ലെഗസി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെയാണ് മസ്ജിദുൻ നബവി ഉണ്ടാകുന്നത്. ആ സ്ഥലത്താണ് കഴിഞ്ഞ 1400 കൊല്ലമായി മസ്ജിദുൻ നബവി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭൂമിയിലാണ്, ആ മണ്ണിലാണ്. ആ വഖഫ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എത്രയാണ്, അത് ചരിത്രത്തിൽ വഹിച്ച പങ്ക് എത്രയാണ്. അന്ന് അത് ആരാണെങ്കിലും, ബനൂ നജ്ജാർ ഗോത്രക്കാർ വെറുതെ കൊടുത്തതാണെങ്കിലും, അല്ലെങ്കിൽ ഇനി അനാഥബാലന്മാർ വെറുതെ കൊടുത്തതാണെങ്കിലും, അബൂ അയ്യൂബിൽ അൻസാരി വാങ്ങിയതാണെങ്കിലും, ആരാണെങ്കിലും അത് അതിനുവേണ്ടി നീക്കി വെച്ച ഒരാളുണ്ടല്ലോ, അതിനുവേണ്ടി പൈസ ചെലവാക്കിയ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഭൂമി കൊടുത്ത ഒരാളുണ്ടല്ലോ. അവിടെ വളർന്നു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണ്. ആ പള്ളിയിലാണ് പിന്നെ അവിടെ ഇൽമിന്റെ പ്രസാരണം നടക്കുന്നത്, പ്രവാചകന്റെ നേതൃത്വത്തിൽ നമസ്കാരം നടക്കുന്നത്, അവിടെ ജുമുഅ നടക്കുന്നത്, അവിടെ പിന്നെ എല്ലാ അർത്ഥത്തിലുള്ള വ്യവഹാരങ്ങളും നടക്കുന്നത്. ഇസ്ലാമിന്റെ അച്ചുതണ്ട് പിന്നെ ആ സ്ഥലമാണ്, ആ പള്ളിയാണ്. അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും, എത്ര കാലമായിരിക്കും, ആർക്കാണ് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുക? എനിക്ക് തോന്നുന്നത് വഖഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് മദീനയിൽ ശരിക്കും ഈ പള്ളി മാത്രമല്ല, മദീനയിൽ കുറെ പള്ളികളുണ്ടല്ലോ, ഖുബായിലെ പള്ളിയുണ്ട്, വേറെ ഒരുപാട് പള്ളികളുണ്ട്. ഈ പള്ളികളൊക്കെ വഖഫുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെന്ന് മദീനയിൽ എത്തുമ്പോഴേക്ക് അവിടെ കുറെ വഖഫുകൾ ഉണ്ടായിത്തീരാണ്. ആ വഖഫുകൾ വഴി അവർ നേടിയെടുത്തൊരു പ്രതിഫലത്തിന്റെ വലുപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക.